നിങ്ങൾക്ക് ഈ കസേരയിലാട്ട് കയറി ഇരിക്കാൻ മേലെ? എന്താണ് ഇതെല്ലാം കൂടെ എടുത്താണ്ട് നിനക്ക് കുനിയാൻ മേലായിരിക്കും. അതുകൊണ്ടൊന്നുമല്ല, എന്തും വേണ്ട രൂപ കൊടുത്ത് മേടിച്ചതാണ് ഇതൊക്കെ. എന്നേച്ചും പിന്നെയും തിണ്ണേലിരിക്കണ. എടീ, തിണ്ണേലിരുന്നിരുന്നാലേ എനിക്ക് മതി വരുള്ളൂ. കൊച്ചിലെ മോൽ അങ്ങനെ ശീലിച്ചു പോയി. എന്നാ ചെയ്യും? എങ്കിൽ പിന്നെ ഇതൊക്കെ മേടിക്കാൻ പോയ എന്നാത്തിനാണ്? അതേലിരുന്ന് കഴിക്കാനുള്ള ആണുങ്ങ വേറെ പരിപാടി. അതവിടെ കിടന്നോട്ടെ. ആ, എന്നെങ്കിലും കാട്ട്. ഉമ്മണിപ്പൂട്ടൂടെ കൊണ്ടുവരട്ടെ? ഉമ്മണിപ്പൂട്ട് വേണ്ട, അരിപ്പൂട്ട് മതി. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. സാറേ. സാറാ? അവന് പേരില്ലേ? സാറ് കടപ്പുറത്താട്ടായിരിക്കും, കാറ്റ് കൊള്ളാൻ. ഞാൻ കോളേജ് പോണച്ചാ. എന്നിട്ട് കയ്യിലൊന്നും കണ്ടില്ലല്ല മകനെ. എല്ലാം ഇതിലുണ്ടച്ചാ. കോട്ടയമേ. ഭഗവാനെ, നിമ്മേണ്ടൻ രൂപക്ക് പുസ്തകമാണ് അവൻ എന്നെ കൊണ്ട് മേടിപ്പിച്ചത്. എന്നിട്ട് തൂക്കിപ്പിടിച്ചണ്ട് പോണത് കണ്ടാ? ഉളുന്താനെ എഴുതി കഴിഞ്ഞില്ലേ? ഇപ്പൊ തീർത്തേക്കാം മുതലാളി. ഇനി വന്നിട്ട് മതി, അതൊക്കെ മടക്കി വെച്ചിട്ട് വാ. പുറത്താട്ടൊന്ന് പോണം. എനിക്ക് ഉളുന്താനുള്ള വിളി കേൾക്കുമ്പോ എന്റെ ഞാൻ റെഡി മുതലാളി. താനിങ്ങാട്ട് അടുത്തു നിന്നേ. ഞാൻ എന്നാത്തിനാണ് ഇതൊക്കെ മേടിച്ചത് എനിക്ക് തന്നേക്കണത്? ഇതൊക്കെ ഇട്ടുകൊണ്ട് മുതലാളിയുടെ പിന്നാലെ നടക്കാൻ ആണല്ല. ഇതിനൊക്കെ രൂപ മുടക്കുള്ളതാണ്. തനിക്ക് തോന്നണ പോലെ ഇട്ട് നടക്കാനുള്ളതല്ല. കഴുത്തേൽ ഇത് കെട്ടണത് ഇങ്ങനെയാണോ? ആ, എങ്കിൽ എല്ലാം നല്ലപോലെ കെട്ടിക്കൊണ്ട് ആണുങ്ങളെ പോലെ പുറകെ വാ. ഇല്ലെങ്കിൽ കൊച്ചുവാവക്കാണ് അതിന്റെ മാനക്കേട്, അറിയായ? ആ, കെട്ടിക്കൊണ്ട് വന്നു. എടോ. ഓ സാറേ. എന്തോ? ഈ തെങ്ങേതാണെന്ന് തനിക്കറിയായ? ഹായ്, നല്ല കഥ. ഓവ, എങ്കിൽ പറ. മുതലാളി വിലയ്ക്ക് വാങ്ങിയ മേലെ കോവിലകം വക വസ്തുവിലെ തെങ്ങ്. മറ്റിടത്തെ തേങ്ങ. എടോ, എന്റെ അച്ഛന്റെ ചോര കുടിച്ചതെങ്ങാണ്. ഏതേ അവിടെയാണ് അച്ഛന്റെ തല കിടന്നത്. കണ്ണും മിഴിച്ചണ്ട്. കണ്ണോ? അല്ല. ഓട്. ആ, അന്നിവനൊരു കൊച്ചു തെങ്ങായിരുന്നു. ഇന്നോ മേന്തെങ്ങ്, ചില്ലിത്തെങ്ങ്. ഒവ്വ. എന്തേ? ഒവ്വ. ഒന്നും പറഞ്ഞില്ല. ഇതുകൊണ്ട് തീർന്നില്ല കേട്ടാ, ഇനി വന്നുണ്ട്. പാടോ സാറേ. ആ, അന്തി ഏതാണ്? ഈ ഇരിക്കുന്നതല്ല അന്തിയാണ് മുതലാളി. വെള്ളം വിഷയം വെച്ചടിച്ച് കയറ്റിരിക്കുകയാണ്. അയ്യോ ഇല്ല മുതലാളി, പാത്രം കഴി ഒഴിച്ചപ്പോഴെങ്ങാനും. എന്നാ ചെയ്താലും കൊള്ളാം. കൊച്ചുവാവയുടെ ഷാപ്പിലെ കള്ള് മോശമാണെന്നൊരു പേരുദോഷം മാത്രം കേൾപ്പിച്ചേക്കരുത്. അതിലും ഭേദം എന്നെ അങ്ങോട്ട് കൊന്നേക്കാണ്. എന്റെ ഭഗവാനെ. ഓ, മീൻ എന്നതാണ്? കണമ്പും കരിമീനുമാണ് മുതലാളി. അത് സർക്കാർ ഓഫീസിൽ പോണവർക്ക് കഴിക്കാനുള്ളതല്ലേ. പാവങ്ങൾക്ക് എന്നാങ്കിലും കഴിക്കാണ്ടേ? ഈ മണങ്ങും കൊച്ചുമത്തിയൊന്നും കിട്ടുകയല്ലേ? ഇന്നൊന്നും വന്നില്ല.
എരിവ് പോരല്ലാടോ. കറി കൂട്ടിയ ആന്തണം, എന്നാലേ കൂടുതൽ കള്ളു കുടിക്കുള്ളൂ. ഇനിയും കൂട്ടിയ വാ കൊള്ളുമായിരിക്കും. നിന്റെ അല്ലല്ല, കുടിക്കുന്നവരുടെ അല്ലേ. കള്ളി എന്ന് കണിപ്പിച്ചോളും. നീ പറയണ പോലെ അങ്ങോട്ട് ചെയ്തേച്ചാ മതി കേട്ടാ. സാറേ, ഈ കള്ളിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടാ? ഈ കള്ളിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. ഈ കള്ളിൽ വെള്ളം ഒഴിച്ചു ആരാ പറഞ്ഞേ? അല്ല, ചോദിക്കുവാ. ആഹാ, ഈ കള്ളിൽ വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞവന്റെ പറഞ്ഞാ മതി. പാടോ സാറേ. ആ, എന്ത് കുപ്പി ഇവിടെ വെച്ചിരുന്നു? ഞാൻ ബാഗ് എടുക്കാൻ. ഞാൻ എന്തോ അയ്യോ, ഇതാരും മുതലാളിയോ? ഇന്നെന്തോ ഒറ്റയ്ക്ക് ഇരുന്നാട്ടെ, വന്നാട്ടെ. ഒറ്റക്ക് വന്ന് ഏമാനെ കാണേണ്ട ഒരു കാര്യം ഉണ്ടായി. എന്ത് കാര്യം? എന്ത് കാര്യമായിരുന്നാലും എന്നെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ. മുതലാളി ഇരിക്കുന്നേ. ഏമാൻ ഇരുന്നാ മതി, കൊച്ചുവാവ ഇവിടെ നിന്നോളാം. മുതലാളി നിൽക്കുമ്പോ ഞാനിവിടെ ഇരിക്കാനോ? ഇരിക്കുന്നേ, ഇരിക്കു മുതലാളി. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ കാര്യം? അല്ല, നമ്മടെ സ്പെഷ്യൽ പാർട്ടി വന്നുണ്ടെന്നറിഞ്ഞ്. അപ്പൊ നേരത്തെ വന്ന് ഏമാനെ ഒന്ന് കണ്ടില്ലെങ്കിൽ. അതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ മുതലാളി? സ്പെഷ്യൽ പാർട്ടി അവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ മുതലാളിയെ വിവരം അറിയിക്കാറില്ലേ? ഉണ്ടേ ഉണ്ട്, എന്നാലും സൂക്ഷിക്കണമല്ല. ഒറ്റുകാരുടെ ശല്യം കൊണ്ട് പൊറുക്കാനൊക്കെയെന്ന് വന്നിരിക്കുകയാണ്. ഈ നാട് നന്നാകുകയല്ലേ ഏമാനെ. ഉമ്മണിച്ചാരായം വായിച്ചെടുക്കാന്ന് വെച്ചാ സമ്മതിക്കുക. കുടികാര് ഷാപ്പിലാട്ട് വരെ നടന്ന് സമയം പോവല്ല, അതുകൊണ്ട് അവിടെ ഇട്ട് കുറച്ച് കുടിവിൽപ്പന നടത്താന്ന് വിചാരിച്ചാ സമ്മതിക്കുക. ഇങ്ങനെ കണ്ണുകടിയുള്ള ഒരു മനുഷ്യര്, ഓഹോ, ഞാനെങ്ങും കണ്ടിട്ടില്ലേ. ഇതിനിടെ വേറൊരു വാർത്ത. എസ് ഇൻസ്പെക്ടർ കൊച്ചുവാവ് മുതലാളുടെ കയ്യാണ്, മുതലാളുടെ ചെലവിലാണ്, മാസം തോറും ശമ്പളം തരുന്നുണ്ട് എന്നൊക്കെയല്ലേ? ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് നാളെന്തായി? എന്നിട്ടിപ്പോ എന്തുണ്ടായി? അല്ല, ഒന്നും ഉണ്ടാകാൻ പോണില്ല. എന്നാലും സ്പെഷ്യൽ പാർട്ടിക്ക് നമ്മ പിടികൊടുത്ത അവര് കൊഴിഞ്ഞു പോവേ. അതുകൊണ്ട് അതൊന്നും സാരമില്ല മുതലാളി, അവരൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. വന്നാ ഞാൻ അവരെ അങ്ങോട്ട് കൊണ്ടുവരും, പോരെ? വാക്യം കാര്യം മുറ പോലെ അല്ലേ? പിന്നല്ലാതെ. എങ്കിൽ പിന്നെ ഞാൻ വന്നേ. കല്യാണി കണ്ടേ, പിന്നെന്നാത്തിനാണ് വിളിക്കണത്? ചട്ടന്നയല്ലേ, അവിടെ ഒരാൾ കയറ് പൊട്ടിക്കാൻ പോവുകയാണ്. കയറ് പൊട്ടിക്കാൻ പോകുന്നു? ആര്? കള, ഒന്നും അറിയാൻ മേലാത്ത പോലെ. മോഹനവിന് കൊല്ലാത്തോട്ടായിരിക്കും. അവിടെ ഒന്ന് പോണം. അച്ഛനെ കോവിലം വിലക്ക് വാങ്ങിച്ചു, അറിഞ്ഞില്ലേ? പക്ഷേ ഇതില് 2 മുറി തന്നിട്ടില്ലെന്നാണല്ലോ ആളന്മാര് പറയണത്. അവിടെ ആരോ താമസം ഉണ്ടെന്ന് തോന്നുന്നു. അത് നിങ്ങളുടെ ഓഹരിയാണത്രേ. അവർക്ക് വേറെ വീടില്ല പോലും. ഒരു കൊച്ചമ്പ്രാട്ടി, ഒരു വല്യമ്പ്രാട്ടി അല്ലേ? ഇതൊക്കെ ഇതാരാ തിരക്കുന്നേ? അപ്പളേ ദേ നോക്കിക്കേ, കല്യാണിനെ വിളിക്കണ്ട കേട്ടാ. കൊച്ചമ്പ്രാട്ടി എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറഞ്ഞിട്ടുണ്ടോ? എന്തോന്ന്? ചെല്ല്. ഇന്നലെയും കാണാത്തല്ലേ? കാണുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞു വിടണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ദേ പറഞ്ഞിരിക്കണം. കല്യാണി ദേ പോണേ, വീട്ടിൽ അറിയാണ്ടിരുന്നാ കൊള്ളാം. മോഹന്റെ കാര്യം ഇപ്പോഴും അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. കല്യാണിയെ കണ്ടുവോ വഴിയിൽ വെച്ചിട്ട്? പുറത്തി കല്യാണിയോട് എല്ലാ കാര്യവും പറഞ്ഞു അല്ലേ? ചോദിച്ചാ പിന്നെ സത്യം പറയാണ്ട് എങ്ങനെയാ? എല്ലാം അങ്ങോട്ട് പറഞ്ഞു. ആ സ്ത്രീക്കൊരു പേരുണ്ട്, റോയിട്ടർ കല്യാണി. വാർത്താ വിതരണം. നേരെ ചെന്ന് അമ്മയോടെ വിവരം പറഞ്ഞിട്ടേ വേറെ പണിയുള്ളൂ. അമ്മയോട് പറഞ്ഞു വെച്ചാൽ അമ്മ വഴക്ക് പറയോ മോഹനെ? വഴക്കൊന്നും പറയില്ല. എന്തിനാ വഴക്ക് പറയുന്നത്? അതിരിക്കട്ടെ. കല്യാണിയോട് എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? മോഹനെ അച്ഛൻ പെങ്ങൾക്കൊന്ന് കാണണോ അത്രേ. അയ്യോ, അതെന്തിനാ? വഴക്ക് പറയാനാണോ? വഴക്കോ? എന്തിന്? മോഹനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ കാണണോന്ന് പറയണത്. ഇഷ്ടം തോന്നാൻ കാര്യം?
അവരോടും എല്ലാം പറഞ്ഞു. പിന്നെ പറയാണ്ട് എങ്ങനെയാ? എവട്ടെ, ആകെ കൊളാക്കിയല്ലോ പെണ്ണെ. മോഹൻ വന്നോളൂ, അച്ഛമ്മങ്ങൾ എന്താ പറയണെന്ന് കേക്കാലോ. വന്നോളൂ. വിട്, ദേ രാമനാരെ നോക്കുന്നു. ചെന്ന് നടന്നോളൂ, ഞാൻ വരാം. എങ്കി വന്നോളൂ. അങ്ങടെ അടുത്ത് നിന്നോളൂ മോഹൻ. മോഹൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണെന്ന് എപ്പോഴും ഇവള് പറയാറുണ്ട്. ഇപ്പോഴത് ബോധ്യായി. കാണണമെന്ന് ഇച്ചി നാളായി ആഗ്രഹിക്കണോ? എന്നെ അറിയോ? അറിയാം. എങ്ങനെ അറിയാ? പറഞ്ഞോളൂ മോഹൻ, എങ്ങനെ അറിയാ? അത് വീട്ടിൽ എല്ലാവർക്കും സുഖല്ലേ? അസുഖമൊന്നുമില്ല. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. മോഹൻ ഇവളെ സങ്കടപ്പെടുത്തോ? അയ്യോ ഇല്ല. എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണത്? ആ, എല്ലാം ഈശ്വര നിശ്ചയം പോലൊക്കെ നടക്കും. ചതച്ചുട്ടോ, മോഹന്റെ അച്ഛൻ ഇങ്ങോട്ട് വരണ്ടേ? വേണ്ട, അങ്ങോട്ട് ഓടണ്ട, നേരെ മുൻപിൽ ചാടും. ഇവിടെ തന്നെ നിന്നോളൂ, ശബ്ദം ഉണ്ടാക്കായിരുന്നോളൂ. ചെയ്യരുതെന്ന് പറയാൻ വരികയായിരിക്കും. ആവാം, ആവില്ല. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഒവ്വ, അങ്ങോട്ട് വന്നോളൂ. ഒവ്വ, വാടോ സാറേ, തമ്പുരാൻ വിളിച്ചിട്ടല്ലേ? അയ്യോ തമ്പുരാനോ, എന്നെ അങ്ങനെ വിളിക്കണ്ടാട്ടോ. ഞാൻ വെറൂര് നായരാ, ആനരാമൻ നായര്. എന്നെ അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ. എങ്കിൽ ആന നായർ. നടന്നു വാടോ സാറേ. പോന്നോളൂ, നേരെ കയറി പോന്നോളൂ. അയ്യോ, തീണ്ടാനാ ഞാനില്ലപ്പ. മുതലാളി വിലക്ക് വാങ്ങിയ കോവിലല്ലേ ഇത്? എന്നാലും പഴയ പേടിയേ. പണ്ട് ലതിലൂടെ പോകുമ്പോ ഇങ്ങാട്ടൊന്ന് നോക്കിയെങ്കിലായി. അന്നൊക്കെ ഇങ്ങാട്ടൊക്കെ നോക്കാൻ പോലും പേടിയാണേ. കൊള്ളാം, പേടിക്കാതിരിക്കാൻ ഒക്കുവോ? കാര്യം പേടിക്കാൻ കാര്യം. എന്റെ മുതലാളി, കാര്യം എന്താണെന്ന് മുതലാളി തന്നെ പറഞ്ഞാ മതി. എനിക്കറിയാൻ പാടില്ല. അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനാട് ഒപ്പും. എടോ, പണ്ടേ ഈ നാടുവാണിരുന്ന തമ്പുരാക്കന്മാരുടെ കോവിലകാണ്, അറിയായ? ആ, അന്നൊരിക്ക എന്റെ അച്ഛനും അമ്മയും കൂടെ ഒന്നാം മരുന്നിന് പോയൊരു കഥയുണ്ട്. ആ കഥ താൻ കേട്ടിട്ടുണ്ടാടോ സാറേ? സ്റ്റൂളിങ്ങിട്ട് എടുക്കാം, ഇരുന്നണ്ട് കഥ പറയാനായിരിക്കും. അങ്ങനെ ഇപ്പൊ ഇരുത്താണ്ട. താൻ കേട്ടിട്ടുണ്ടാടോ സാറേ? ആ കഥയോ? ആ കഥ ഞാൻ കേട്ടിട്ടില്ല. ഒന്ന് അറിയുന്നേ തന്നെ പിന്നെ എന്നാത്തിന് കൊള്ളാടോ പരമ. തമ്പുരാൻ കേട്ടിട്ടുണ്ടാ? അയ്യോ, രാമൻ നായര്. ആ, എങ്കിൽ ആന നായര് കഥ കേട്ടിട്ടുണ്ടാ? പറയാൻ സന്മനസ്സുണ്ടേച്ച കേൾക്കാൻ സന്തോഷമേ ഉള്ളൂ. ആഹാ, എങ്കി ഇപ്പൊ അങ്ങനെ സന്തോഷിക്കണ്ട. താനത് ഇങ്ങാട്ട് എടുത്തേടൂ. കഥ പറഞ്ഞിരിക്കാൻ ഉമ്മക്ക് എവിടാണ് നേരം? ഇങ്ങാട്ട് എടുത്തേടൂ. ഇതാണാടോ ചോദിച്ചത്? എടോ പൊകല. ആ, പൊകല. തമ്പ്രാന് അങ്ങോട്ട് പിടിച്ചണ്ടേ, കൊണ്ടുപോയി വല്യമ്പ്രാട്ടിയുടെ കയ്യിൽ കൊടുത്തേര്. ഈ നാട്ടിൽ പുതുതായിട്ട് എന്നാങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് ഈ കോലാത്ത് വന്ന് പുകല വെച്ച് പറയണ ഒരു പതിവുണ്ടായിരുന്നു. ഞാനായിട്ടത് തെറ്റിക്കണില്ല. പുതുതായിട്ടിപ്പോ എന്താണാവോ തുടങ്ങാൻ പോണത്? ഞാൻ ഈ താലൂക്കടച്ചുള്ള കള്ളുച്ചാപ്പെല്ലാം കൂടെ പിടിച്ചിട്ടുണ്ടല്ല. എല്ലാ ഖാപ്പിലും ഒത്തിരി കള്ള് മിച്ചം വരും. അതെടുത്ത് ഭൂമിയിൽ ഒഴിച്ചാ പുഴുവെടുക്കും, വെള്ളത്തിൽ ഒഴിച്ച മീഞ്ചാകും. എങ്കി വാറ്റി മനുഷ്യന് തന്നെ കൊടുത്തേക്കാം. അതൊരു സൽകൃത്യം തന്നെയല്ലേ രാമൻ നായരെ? ഒവ്വ. മുതലാളി ചാരായം വാറ്റണതിന് വല്യമ്പ്രാട്ടിക്ക് എന്തിനാണാവോ പുകല കൊടുക്കണത്? ഇവിടെ ഇട്ട് വാറ്റുമ്പോ ഇവിടെ ഉള്ളവര് കൂടി ഒന്ന് അറിഞ്ഞിരിക്കാണ്ടേ? ഇവിടെ ഇട്ടോ, ഈ കോലോത്തിട്ടോ? ഇല്ലെങ്കിൽ പിന്നെ ഈ പഴഞ്ചം ഭണ്ഡാരം ഞാൻ വിലക്ക് മേടിക്കുമെന്ന് താൻ കരുതണണ്ട. ആള് സാമതമില്ലാത്ത വീട്ടിലിട്ട് ചാരായം വാറ്റിയാലേ പുക വരുമ്പോ ആളന്മാരറിയും. ഇതിപ്പോ ഈ കോലാത്തൂന്നാകുമ്പോ തമ്പുരാട്ടിമാരുടെ പുകയാണെന്ന് കരുതിക്കൊള്ളും. ചാരായത്തിന്റെ പുകയാണെന്ന് അറിയേല.
വാടോ ആ അപ്പൊ പറഞ്ഞ പോലെ പുകല കൊടുത്ത് വലിയ തമ്പുരാട്ടിയോട് പറഞ്ഞേക്ക് നാട്ടു നടപ്പ് തെറ്റിക്കരുതല്ലോ. അത് ഞാൻ പറഞ്ഞത് പോരെ. എന്തോ ചോറുകൾ പലതരം: നെയ്ച്ചോറ്, പാൽച്ചോറ്, ചക്കരച്ചോറ്, വെറും ചോറ്, ഉണക്കച്ചോറ്. ഇതാണ് സാക്ഷാൽ കൊലച്ചോറ്. ആനക്കാരന്റെ ചോറ് ഇതിനേക്കാൾ എത്രയോ ഭേദാ. ഇങ്ങാട്ട് വാടോ സാറേ. ഇയാളെന്താ ചാവാൻ പോവാ? അറിഞ്ഞുവോ? എല്ലാം കേട്ടു. ചാരായം വാറ്റി തുടങ്ങിച്ചാ പിന്നെ ഇല്ല, ഇവിടെ ഇട്ട് ചാരായം മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. വിലക്ക് വാങ്ങിയ സ്ഥല. അതുകൊണ്ട് കള്ളച്ചാരായം മാറ്റണമെന്നുണ്ടോ? എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മോഹൻ വീട്ടിൽ വഴക്ക് കൂടണ്ട. ലത ഇവിടെ മിണ്ടാതെ നിൽക്കൂ. വരട്ടെ കാണുന്നവരെ. ഈ കോലത്തുള്ളവർ ഇത്രയേറെ പാപം ചെയ്തവരാണോ എന്റെ ഭഗവതി? നീ പറഞ്ഞത് നേരാണോ കല്യാണി? ഇത് നുണ പറയാൻ കൊള്ളണ കാര്യമാണോ കൊച്ചമ്മേ? ഇങ്ങനെയൊക്കെ ആണേലും ഞാൻ മോഹനം കുഞ്ഞിനെ കുറ്റം പറയുകയല്ല കേട്ടാ. സ്നേഹിച്ചു പോകും. കൊച്ചമ്മയെ തമ്പ്രാട്ടി കൊച്ചിനെ കണ്ടിട്ടുണ്ടാ? കൊച്ചിലെ എങ്ങാണ്ട് വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തോന്നണം. ദേ ഇപ്പോഴൊന്ന് കണ്ടു നോക്ക്. അതൊരു തമ്പ്രാട്ടി കൊച്ചു തന്നെയാണ്. സ്നേഹിച്ചു പോകും. പിന്നൊരു കാര്യം, ഞാനാണിത് ഇവിടെ വന്ന് പറഞ്ഞതെന്ന് മോഹനം കുഞ്ഞിനോട് പറഞ്ഞേക്കരുത് കേട്ടാ. കോളേജ് പിള്ളേരാണ്. ചുണ്ണാമ്പം കൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുകയില്ല. കഞ്ഞൂടി മുട്ടിപ്പോകും. ഇല്ല കല്യാണി, നിന്റെ പേര് ഞാൻ പറയുകയില്ല. ദേ അത് മതി. ആ നീ ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാടി കല്യാണിന്ന് നാളെ ഒരു ദിവസം കൊച്ചമ്മ എന്നോട് ചോദിച്ചാ എന്റെ മൊഴി മുട്ടിപ്പോ. അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ദേ ഒന്ന് ഗുണദോഷിച്ചേര്. കല്യാണി പോണേ.